ഇത് കേരളത്തിലെ അടുത്തിടയ്ക്കുണ്ടായിട്ടുള്ള ഇത് ഈ കേവലം ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൊലപാതകം മാത്രമാണ് നമ്മൾ ചുരുക്കരുത്. കേരളത്തില് അടുത്ത ഒരു 10 വർഷത്തിനകത്തുണ്ടായിട്ടുള്ള രണ്ടാമത്തെ ആൾക്കൂട്ട കൊലപാതകമാണ്. രണ്ടും നടക്കുന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തെ നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ രണ്ട് ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നറിയാം, അട്ടപ്പാടിയിലെ മധുവായിരുന്നു. രണ്ടാമത്തെ ഇപ്പോ ഈ സിദ്ധാർത്ഥനാണ്. മധുവിനെ കൊന്ന കൊലപാതകളുടെ കൂട്ടത്തിലുള്ള ഷംസുദ്ദീനെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതേ ആളുകള് ഇന്ന് സിദ്ധാർത്ഥനെ കൊന്ന അവരുടെ SFIയുടെ നേതാക്കന്മാരെ, യൂണിറ്റ് സെക്രട്ടറിയെയും യൂണിയൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സംരക്ഷിക്കുകയാണ്. അതായത് മധുവിനായാലും സിദ്ധാർത്ഥനായാലും കൊലപാതകികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പൊ DYSPയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. DYSP അടക്കമുള്ള നിരവധി ആളുകളെ ഇവരിനി സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഈ സിദ്ധാർത്ഥൻ വീട്ടിലോട്ട് ട്രെയിൻ കയറി എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥനോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറയുന്നത് തിരുവനന്തപുരംകാരനായിട്ടുള്ള സിദ്ധാർത്ഥന്റെ സ്വന്തം നാട്ടുകാരനും അയാളുടെ സഹപാഠിയും അയാളുടെ റൂംമേറ്റുമാണ്. അപ്പോ ആ റൂംമേറ്റിനെ ഇതിന് പ്രേരിപ്പിച്ച ഒരു വികാരം എന്തായിരുന്നു? ഈ സിദ്ധാർത്ഥനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ ആയിട്ടുള്ള SFI ഗുണ്ടകളുടെ, ആ ക്രിമിനലുകളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ സഹപാഠിക്ക് ഉണ്ടായിട്ടുള്ള വികാരം എന്താണ്? അത് SFI എന്ന് പറയുന്ന ഒരു വികാരമാണ്. അപ്പോൾ ഇവർക്കും, നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിച്ച ആൾക്കാരല്ലേ, നമുക്കൊക്കെ എങ്ങനെ നമ്മുടെ കൂടെ പഠിക്കുന്നവനെ, നമ്മുടെ മുറിയിൽ കിടക്കുന്നവനെ ഇങ്ങനെ ഒരു ഇടത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പൊ അതിന് പറ്റിയത് അവർ SFI ആയതുകൊണ്ടാണ്, ഇടതുപക്ഷമായതുകൊണ്ടാണ്. TP ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയതുപോലെ അവർക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നവനെന്നോ കൂടുതൽ താമസിക്കുന്നവരെന്നോ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവനെന്നോ എന്നൊന്നുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. ഇവരുടെ ഈ വെള്ളക്കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ. ഇപ്പൊ വരെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് വാലന്റൈൻസ് ഡേക്ക് സിദ്ധാർത്ഥൻ ഏതോ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ്, എത്ര അപഹാസ്യമാണെന്ന് നോക്കൂ. ഇവിടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആണും പെണ്ണും ഇടകലർന്നിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വാതോരാതെ പ്രസംഗിക്കുകയും പുറത്ത് വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന കിസ് ഓഫ് ലവ് പോലെ വരുമ്പോൾ സമരങ്ങൾ നടത്തിയ SFI ആണ്. അതേ SFI ആണ് ഒരു ക്യാമ്പസിലെ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തല്ലിക്കൊന്നത്. ആ തല്ലിക്കൊന്നു, നമ്മളിപ്പോ മാധ്യമങ്ങൾ മുഴുവൻ മർദ്ദിച്ചു കൊന്നു എന്ന് പറയുന്ന ആ മർദ്ദനത്തിന്റെ ഒരു ആഴം കൂടി നമ്മൾ മനസ്സിലാക്കണം. 3 ദിവസം ഈ കേരളത്തിൽ 3 ദിവസം ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ആലോചിച്ച് നോക്കാം. ഈ ചൂട് കാലത്ത് നമുക്ക് ആരോഗ്യവാന്മാരായിട്ടുള്ള നമുക്ക് പോലും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ചെറുപ്പക്കാരനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 3 ദിവസം പൂട്ടിയിട്ടു, വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ള വയറും ഒക്കെ വെള്ളം പോലും ഇല്ലാതെയായിരുന്നാണ് പൂട്ടിയിട്ടു. എന്നിട്ടോ എന്താണ് ചെയ്തത്? ബെൽറ്റ് പൊട്ടുന്നത് വരെ, നമുക്കറിയാം, നമ്മൾക്ക് ലെതറിന്റെ ഒക്കെ ബെൽറ്റ് ഉപയോഗിക്കുന്ന ആളുകളാ. ആ ബെൽറ്റ് പൊട്ടുന്നത് വരെ അയാളെ അടിച്ചു. അത് പോരാഞ്ഞിട്ട് വയറ് വെച്ചിട്ട് അയാളെ അടിച്ചു, അയാളുടെ കഴുത്തിൽ കുരുക്കിട്ടു. അങ്ങനെ കൊല്ലാക്കൊല. ഇത് നമ്മൾ എവിടെ ഇരുന്നാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമ്മൾ പ്രബുദ്ധരെന്ന് സ്വയം നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇരുന്നിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലജ്ജ കൊണ്ട് ശ്യാമ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഇങ്ങനെയൊന്നും സാധിക്കില്ല. ഇന്നലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞത്, അതായത് മോൻ വീട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് അവിടെ മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ മദ്യസേവ, ഇതെല്ലാം സ്ഥിരം കലാപരിപാടികളാണ്. ഞാൻ ഇന്ന് ഈ സർവകലാശാലയുടെ ഡീൻ ഡോക്ടർ MK നാരായണനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിതൊന്നും അറിഞ്ഞില്ല. മറ്റൊരു കാര്യം പറഞ്ഞു, അതാണ് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത്, ഈ സിദ്ധാർത്ഥൻ പരാതിപ്പെട്ടില്ല എന്ന്. 3 ദിവസം കൊടിയ മർദ്ദനത്തിനിരയായി കിടന്ന, മൃതപ്രായനായി കിടന്ന സിദ്ധാർത്ഥൻ പരാതി നൽകിയില്ല എന്നാണ് ഈ ഡീൻ പറയുന്നത്. മാത്രമല്ല, ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഈ ഹോസ്റ്റൽ മുറിയിൽ SFIയുടെ ഇടിമുറിയുണ്ട്, അവിടെയുള്ള മദ്യക്കുപ്പികളെല്ലാം ഒരു ദിവസം എടുത്ത് മാറ്റിപ്പിച്ചത് ഈ സിദ്ധാർത്ഥനെ കൊണ്ടാണ്. അങ്ങനെ സിദ്ധാർത്ഥ അത് പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ നടക്കുന്ന SFIയുടെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ കലാപരിപാടികളെ കുറിച്ചൊന്നും നമ്മുടെ പാവം ഡീനിന് അറിയില്ല കേട്ടോ. ഇദ്ദേഹമാണ് അവിടെയുള്ള വിദ്യാർത്ഥികളോട് പറഞ്ഞത്, ഹോസ്റ്റൽ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. പലരും ഈ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം അനുഗമിച്ച് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്നറിയോ? ഒരക്ഷരം മിണ്ടരുത്, ആരോടും ഒന്നും തുറന്ന് പറയരുത് എന്നാണ്. അപ്പോൾ ഈ ഡീൻ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടവരല്ലേ? ഡീൻ ഉൾപ്പെടെയുള്ളവർ
ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ അതെ. അവരും പ്രതികളാവണം. കാരണം അവരറിയാതെ എങ്ങനെയാണ് ഇത്ര നിഷ്ഠൂരമായിട്ടുള്ള ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടക്കുക? ഈ 3 ദിവസം ഇയാളെ ഈ ഹോസ്റ്റലിൽ വാർഡന്മാരുണ്ടാവണമല്ലോ, ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന അധ്യാപകരുണ്ടാവണമല്ലോ. നമ്മളെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അറിയാം, അവിടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള അധ്യാപകരെയൊക്കെ താമസിപ്പിക്കലുണ്ട്. ഇവര് കാണണമല്ലോ 3 ദിവസവും വലിയൊരു ഹോസ്റ്റൽ സമുച്ചയത്തിന് നടുക്ക് ഇദ്ദേഹത്തെ പൂർണ്ണ നഗ്നനായിട്ട് നിർത്തി മർദ്ദിക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല എന്ന് വിശ്വസിക്കാനും പറ്റില്ല. ഈ കള്ളന്മാർക്കെതിരെയൊക്കെ, ഈ നുണയന്മാർക്കെതിരെയൊക്കെ മുഴുവൻ കേസെടുക്കണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വെറ്ററിനറി കോളേജിൽ തന്നെയാണ് ഈ അധ്യാപകരെ കൂടുതലായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു ശ്രമം നടന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കള്ളന്മാർ, ഇവരൊന്നും അധ്യാപകരൊന്നും അല്ല, ഇവർ ഒരു ഡീനുമല്ല, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകള്, അവരുടെ ഭരണത്തണലിൽ എങ്ങനെയൊക്കെ ജോലിയിൽ കയറിയിട്ടുള്ള ആളുകളാണ്. കേരളത്തിൽ ഞാൻ വിഷയം വേറാണ് എങ്കിലും പറയും, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ കയറിയിട്ടുള്ള വിസിമാരെന്താണ്? ഇവരുടെ ഒരേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്തുതി പാടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡീൻ അടക്കമുള്ളവർ, ഇവിടുത്തെ അധ്യാപകരടക്കമുള്ളവര്, അവിടുത്തെ വാർഡനടക്കമുള്ളവര് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടകരാണ്. അതുകൊണ്ടാണ് ഒരു മര്യാദ വേണ്ട. ഈ പറയുകയാണ് പരാതി കൊടുത്തില്ലെന്ന്. ഒരു മൃതപ്രായനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പരാതി കൊടുത്തില്ല, പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ നടപടിയെടുക്കൂ, പോലീസിന് കൈമാറൂ എന്ന് പറയുന്ന അയാൾക്കെതിരെ ആദ്യം നടപടിയെടുക്കണം. വ്യക്തമായിട്ട് വരുന്ന അയാൾക്കെതിരെ തന്നെ കേസെടുക്കണം. അപ്പോ ഇതിൽ നിലവിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 7 വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൊടും ക്രിമിനലുകൾ. അതെ. ഈ ക്രിമിനലുകൾക്ക് അപ്പുറത്തേക്ക് ഈ ഡീൻ എന്ന് പറയുന്ന ക്രിമിനലിനെയും അധ്യാപകരായിട്ട് ക്രിമിനൽമാരെയും വാർഡൻ എന്ന് പറയുന്ന മറ്റു ആളുകൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, എല്ലാവർക്കും എതിരെ കേസുണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഒരു കാര്യം കൂടെ അതിനകത്ത്, കേരള പോലീസ് ഈ കേസ് മാറ്റും. നോക്കിക്കോളൂ, 2-3 ദിവസത്തിനകത്ത് ഈ കേസിനകത്ത് ഈ SFIയുടെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു രീതിയുണ്ട്. അവര് ഇങ്ങനത്തെ ഒരു വിഷയം നടന്നാൽ ആദ്യം അതിനകത്ത് ഇര ആരാണോ, ഇരയ്ക്കെതിരെ ഒരു സ്ത്രീ വിഷയം കൊണ്ടുവരും. ഞാൻ പറയുന്നു, വരുന്ന 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇടതുപക്ഷ പ്രൊഫൈലുകളില്, പോരാളി ഷാജിമാരുടെ പ്രൊഫൈലുകളിലൊക്കെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് മോശമായിട്ടുള്ള കഥകൾ ഇവർ കൊണ്ടുവരും. അതിനുശേഷം മറ്റൊരു കേസ് കൊണ്ടുവരും, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രചരണം നടത്തും. നുണപ്രചരണങ്ങൾ, വിഷപ്രചരണങ്ങൾ നടത്തുവാൻ ലോകത്ത് തന്നെ ഈ ഇടതുപക്ഷത്തിനേക്കാൾ കവിഞ്ഞ് കഴിവുള്ള മറ്റൊരു വർഗമില്ല.